പ്രൈസ് ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന പുസ്തകം 37 1 മുതൽ 40 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കുക. അതിനകത്ത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉത്കണ്ഠപ്പെടരുതെന്നാണ് പറയുന്നത്. ആധുനിക മനുഷ്യൻ്റെ ശരീര മനസ്സുകളെ കാർന്നു തിന്നുന്ന പ്രതിഭാസമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ദുഷ്ടതയും അനീതിയും പ്രവർത്തിക്കുന്നവർ സർവ്വവിധ സൗകര്യങ്ങളോടും കൂടെ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴച്ചു വളരുമ്പോൾ ദൈവം എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ പോലും ഉത്കണ്ഠ ഉളവാക്കാറുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ദൈവത്തിനായി സമർപ്പിച്ച് ദൈവഭക്തിയിൽ ജീവിക്കുന്നവർ വേദനകളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്ന ഓരോരുത്തരും പാപത്തിൻ്റെ പെരുവഴിയിൽ ഓടുന്നവർക്ക് അനുദിനമുണ്ടാകുന്ന അഭിവൃദ്ധിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകുന്നത് സ്വാഭാവികമാണ്. യഹോവയായ ദൈവം ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തതു മുതൽ യാതൊരു കുറ്റവും ചെയ്യാത്ത അവൻ്റെ പ്രാണനെ വേട്ടയാടുവാനും ക്രൂരമായ പീഡനങ്ങളാൽ തകർക്കുവാനും ശ്രമിച്ച രാജാവായ ശൗലിൻ്റെ ഹീനമായ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ദാവീദ് പാടിയ ഗീതമാണ് 37-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. അതിൽ ദൈവജനം ദുഷ്പ്രവർത്തിക്കാരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയോ അസൂയാലുക്കളാകുകയോ ചെയ്യരുതെന്ന് ആവർത്തിച്ച് അതിൽ പറയുന്നുണ്ട്. വക്രതയിലൂടെ വഞ്ചനയിലൂടെയും ആദായം നേടുന്നവരെക്കുറിച്ചും ദുരുപായം പ്രയോഗിച്ച് കാര്യങ്ങൾ സാധിക്കുന്നവരെക്കുറിച്ച് ആകുലപ്പെടാതെ നിശബ്ദമായ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ ദൈവം പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടത് ഒരു ദൈവ പൈതലിൻ്റെ കർത്തവ്യമാണെന്ന് ദാവീദ് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദുഷ്ടൻ്റെ മേൽ ദൈവം നടത്തുന്ന ന്യായവിധി കൺമുമ്പിൽ ദൃശ്യമാകുമെന്ന് സ്വന്തം ജീവിതാനുഭവം സാക്ഷ്യമാക്കി ദാവീദ് വിവരിച്ചിരിക്കുന്നു. എന്നാൽ അതിക്രമക്കാർ ഒരുപോലെ മുടിഞ്ഞു പോകും, ദുഷ്ടന്മാരുടെ സന്തതിയോ ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു, കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു. യഹോവ അവരെ സഹായിച്ചു വിടുവിക്കുന്നു. സങ്കീർത്തനം 37-ന് 38 മുതൽ 40 വരെയാണ് ഈ വചനങ്ങൾ വായിക്കുക. അതുകൊണ്ട് ദൈവജനം ജീവിതത്തിലെ ഉത്കണ്ഠകളോടും ആശങ്കകളോടും ഇടപറഞ്ഞ് പ്രത്യാശയോടെ ദൈവം പ്രവർത്തിക്കുന്നതുവരെയും ക്ഷമയോടെ കാത്തിരിക്കണം. ഇതാണ് ഇന്നത്തെ ആത്മീയ ദർശനം. God bless you.